എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബീസ്റ്റ് ലാൻഡിലേക്ക് വന്നിരിക്കുകയാണ് റിയാദില്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അല്ലേ? നമുക്ക് ഇന്നാണ് സമയം കിട്ടിയത്. നമ്മൾ ഓരോ തിരക്കായി പോയി. ഞങ്ങൾ കരുതി എന്നാൽ ഉറപ്പായിട്ട് ഇവിടെ വരിക, ഇവിടുത്തെ കാഴ്ചകൾ കാണുക. അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മിസ്റ്റർ ബീസ്റ്റിന്റെ നമ്മുടെ പുറകിൽ നമ്മുടെ സ്വന്തം മിസ്റ്റർ ബീസ്റ്റ്. അപ്പോൾ പുള്ളിയുടെ എല്ലാ പ്രോഗ്രാമും ഇവർ രണ്ടുപേരും കാണാറുണ്ട്, അതുവഴി ഞങ്ങളും കാണാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഓരോ വീഡിയോസുകൾ കാണാനായിട്ട്. ബീസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ുള്ളിലേക്ക് കടന്നേക്കാണ്. ഇത് ഫുള്ള് റൈഡുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു മാപ്പ് കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ബീസ്റ്റ് ലാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നമുക്കിവിടെ മൊത്തം കാണാൻ പറ്റുന്ന ഗെയിംസിൻ്റെ ഒരു സെക്ഷനായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ധാരാളം ഗെയിംസുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിവിടുത്തെ അഡ്വഞ്ചർ റൈഡുകളിൽ ഒന്നാണ്. നോക്കിക്കേ എന്ത് പൊക്കത്തേക്കാണ് അത് പോകുന്നത്. അതുപോലെ തന്നെ അത് പൊക്കത്തെത്തിയിട്ടത് കറങ്ങുന്നതുകൊണ്ടുണ്ട്. അതിലൊക്കെ ഇരിക്കുന്നവരെ സമ്മതിക്കണം അല്ലേ. ധാരാളം ആളുകൾ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നത് ലാസ്റ്റ് ദിവസമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാം ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഗെയിമേഴ്സിന് പറ്റിയൊരു അടിപൊളി ഒരു സ്ഥലമായിരുന്നു. മെയിനായിട്ട് ഗെയിംസുകളും അതേപോലെ തന്നെ കുറേ അഡ്വഞ്ചർ റൈഡുകളും ഒക്കെയാണ്. അതുപോലെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ ഒത്തിരി പേര് അവിടെ മത്സരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ കുറേ വ്യത്യസ്തമായിട്ടുള്ള കുറേ റൈഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. നോക്കിക്കേ ഇത് കണ്ടോ, ഫാൻ കറങ്ങുന്ന പോലെ ഇരുന്നാണ് കറങ്ങുന്നത്. അപ്പോൾ താഴെ ഒരെണ്ണം നോക്കിക്കേ റൗണ്ടിലിരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയെ അതൊന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും അല്ലേ, ഫുള്ളിട്ട് കറക്കുകയാണ്. അതും ആ ഇരിക്കുന്ന സീറ്റും ഇരുന്ന് കറങ്ങുന്നുണ്ട്, അതും ഫുള്ള് കറങ്ങുന്നുണ്ട്. ആ ഒരു സംഭവം ഇരുന്ന് മൊത്തത്തിൽ കറങ്ങുകയാണ്. ഭയങ്കരമാണ്. പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലേ. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ റൈഡുകളിലൊക്കെ കയറി എൻജോയ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. എന്തായാലും മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഭംഗിയുണ്ടായിരുന്നു ആ സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബീസ്റ്റ് ലാൻഡിനകത്താണ്. ഭയങ്കര റൈഡുകളും കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. കുട്ടികൾക്കും അതുപോലെ തന്നെ അഡ്വഞ്ചറൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളി സ്ഥലമാണ്. പണ്ട് നമ്മൾ വണ്ടർലാൻഡിൽ പോയ ഓർമ്മയുണ്ട്. ആ വണ്ടർലാൻഡിൽ പോയ അതേപോലെ ഉണ്ട്. വണ്ടർലാൻഡിൽ പോയ ആളുകൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അത് തന്നെയാണിത്. അതിനകത്തെ റൈഡുകളൊക്കെ നമ്മൾ കണ്ടില്ല, അതുപോലെയാണ് ഇതിനകത്ത്. നല്ല രസമുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. അന്ന ദിവസം തൊട്ട് എന്നും കാണാമെന്ന് കരുതി, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല.
ധാരാളം ആളുകൾ ഇങ്ങനെ ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. നോക്കിക്കേ, ഇത് കണ്ട് ഈ ഒരു സിപ്പ് ലൈനിൽ കൂടി ഇങ്ങനെ പോകണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോഴത്തേക്കും അവരുടെ കയ്യിലൊരു എന്തോ ഒരു സംഭവം കൊടുക്കും, അത് അതിൻ്റെ സെൻറ്ററിൽ ഇടണം. ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലേ. അങ്ങനെ കുട്ടികളും വലിയ ആളുകളും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഞെട്ടിച്ച ഒരു റൈഡാണ് ഈ കാണുന്നത്, ഫിയർ ഫാള്. ബഞ്ചി ജമ്പിങ് ആ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇതൊരു ക്രെയിൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു നിശ്ചിത പൊക്കത്തെത്തിയിട്ട് അവിടുന്ന് അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ജമ്പ് ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സാധാരണ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നതോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിനുള്ളിൽ നിന്ന് ചാടുന്നതോ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റിയത് ബ്ലോക്സ് ആണ്. ബ്ലോക്സിൻ്റെ ഒരു ഗെയിമാണ് അവിടെ കാണിച്ചിരുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റിയത് ഈ ഒരു ഗെയിമാണ്. അതെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത്. കണ്ടോ, ആ ഒരു ബോൾസ് എല്ലാം ആ ഒരു സെൻറ്ററിൽ കൊണ്ടുവരണം, ആ ഒരു ബിൽഡിങ്ങിൻ്റെ. നമുക്കൊന്നും പറ്റിയ പരിപാടിയില്ല. ഇത് ഞങ്ങൾ മാക്സിമം നോക്കി, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ നമ്മളെ കൊണ്ട് പറ്റിയ കേസൊക്കെ ആയിരുന്നു നമ്മൾ നോക്കിയത്. ഇത് നമുക്ക് പറ്റുന്ന കേസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷവർമയിൽ കയറിയിട്ട് ഷവർമയൊക്കെ കഴിച്ചു. അങ്ങനെ നോക്കിക്കുക എന്തോരം തിരക്കാന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ നമുക്ക് ബീസ്റ്റ് സ്റ്റോർ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മിസ്റ്റർ ബീസ്റ്റിൻ്റെ കുറേ ഐറ്റംസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റി. അതിനകത്ത് ചോക്ലേറ്റ്സ്, ഡ്രസ്സ്, ഫ്ലാസ്ക്, ജാക്കറ്റ്, മൊബൈൽ കേസ് ഒക്കെ കാണാൻ പറ്റി. ഇവിടെ നമുക്ക് ഡ്രോപ്പ് ടവർ എന്ന് പറഞ്ഞാൽ ആ ഒരു റൈഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അത് മേളിലേക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി ടോപ്പിലെത്തും. ഇതിൻ്റെ അടുത്ത് മറ്റൊരു റൈഡ് നമുക്ക് കാണാൻ പറ്റി. നോക്കി, ക്ലോക്കിൽ സൂചി കിടന്ന് കറങ്ങുന്ന പോലെ ഉണ്ട് ഈ ഒരു റൈഡ് കാണാനായിട്ട്.
പോയപ്പോഴത്തേക്കും ഒരു ലോക്കർ ഉണ്ട്. ആ ലോക്കറിനകത്ത് കാണിച്ചേക്കുന്ന ഇത്രയും ദിവസത്തെ ഗെയിംസിൽ നിന്നും കിട്ടിയ പോയിന്റ്സിൽ നിന്ന് ടോപ്പ് 3 വരുന്ന ഗെയിമേഴ്സിനുള്ള പ്രൈസ് മണിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതുവരെ കളിച്ച ആളുകളുടെ പോയിന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മിസ്റ്റർ ബീസ്റ്റ് പാവപ്പെട്ട ഒത്തിരി ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഹെൽപ്പ് ചെയ്ത ആളുകളുടെ കാര്യങ്ങളും ഒരു വീഡിയോ ഒക്കെയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. ബീസ്റ്റ് ഫിലാൻത്രോപ്പി എന്ന ഒരു സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ വീഡിയോസൊക്കെയാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അതിനകത്ത് ഫുള്ള് അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ആനിമേ സ്റ്റോർ കാണാൻ പറ്റി. ഇതിനകത്ത് മൊത്തമാണെങ്കിൽ നമുക്ക് ധാരാളം കീ ചെയിനുകളാണ് നമുക്ക് കാണാൻ പറ്റിയത്. ആനിമേ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള കീ ചെയിനുകളാണ് ഫുള്ളുള്ളത്. പിന്നെ നമ്മൾ കണ്ടത് ഒരു ലെഗോ സ്റ്റോറാണ്. ആ ലെഗോ വെച്ചിട്ട് ചെയ്തേക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ടല്ലേ. അങ്ങനെ ബീസ്റ്റ് ലാൻഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും മിസ്റ്റർ ബീസ്റ്റിൻ്റെ ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് വീണ്ടും ചോക്ലേറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളാണെങ്കിൽ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കഴിഞ്ഞപ്പോൾ ദാ ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് കൊടുത്തു. ഒത്തിരി ആൾക്കാർക്ക് മിസ്റ്റർ ബീസ്റ്റിന്റെ ചോക്ലേറ്റ് കൊടുത്തു. കുട്ടികളും എല്ലാം ഭയങ്കര ഹാപ്പിയിലാണ്. താങ്ക് യു മിസ്റ്റർ ബീസ്റ്റ്. അപ്പോൾ നമ്മൾ മിസ്റ്റർ ബീസ്റ്റിന് ഒരു താങ്ക്സ് പറയുന്നു. പുള്ളിന്റെ ചോക്ലേറ്റ് എല്ലാവർക്കും ലാസ്റ്റ് ഡേ എല്ലാവർക്കും കൊടുത്തു. അപ്പൊ മിസ്റ്റർ ബീസ്റ്റിന് സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങള് ഒമാനി പോയ സമയത്ത് ഈ ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി നടന്നതാണ്. പക്ഷെ അന്ന് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഇന്ന് ഞങ്ങൾ മേടിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് കൊടുത്തു. ഞങ്ങൾക്കും കിട്ടി. ഞാൻ ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സൂപ്പർ, അടിപൊളി ടേസ്റ്റാണ്. മിസ്റ്റർ ബീസ്റ്റിൻ്റെ മറ്റൊരു ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. മിൽക്ക് ക്രഞ്ച് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മിസ്റ്റർ ബീസ്റ്റിൻ്റെ ചോക്ലേറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ പീനട്ടിൻ്റെ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടത് ഇതാണ്. ആദ്യം നമ്മൾ ട്രൈ ചെയ്തത് മിസ്റ്റർ ബീസ്റ്റിൻ്റെ പീനട്ട് ബട്ടർ കപ്പായിരുന്നു. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിനകത്താണെങ്കിൽ പീനട്ടിൻ്റെ ടേസ്റ്റാണ് നന്നായിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ട്രൈ ചെയ്തത് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ബർത്ത്ഡേ കേക്ക് ബാറ്ററാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ഒരു മിൽക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റ് ആണ് ഫീൽ ചെയ്തത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ബീസ്റ്റ് ഫെസ്റ്റിവലിനകത്ത് മിൽക്ക് ക്രഞ്ചാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ചോക്ലേറ്റ് ബാറാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
മിസ്റ്റർ ബീറ്റ്സിൽ എഴുതിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ മഞ്ച് കിറ്റ്കാറ്റ് അതിൻ്റെയൊക്കെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മിസ്റ്റർ ബീസിൻ്റെ 2-3 ചോക്ലേറ്റുകളെല്ലാം ട്രൈ ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിസ്റ്റർ ബീസിൻ്റെ ഈ ഒരു ബർത്ത്ഡേ കേക്ക് ബാറ്ററാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്, നല്ല ഒരു അടിപൊളി ചോക്ലേറ്റാണ്. പിന്നെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ മറ്റൊരു ചോക്ലേറ്റാണ് ഫീസ്റ്റബിളിനകത്ത് ക്രീമി ചോക്ലേറ്റ് ഹേസൽനട്ടിൽ നിന്ന് വന്ന ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാ ചോക്ലേറ്റും അടിപൊളിയാണ്. ഞങ്ങൾ ഏതായാലും മിസ്റ്റർ ബീസിൻ്റെ ചോക്ലേറ്റുകളെല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റി. അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റുകളാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ പണ്ട് വണ്ടർലാൻഡിൽ പോയായിരുന്നല്ലോ, അതുപോലെ തന്നെ പല പല റൈഡുകൾ, ഒത്തിരി വെറൈറ്റി റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. മിസ്റ്റർ ബീസിൻ്റെ ചോക്ലേറ്റ് ഉണ്ട്, അത് നമ്മൾ മേടിച്ച് ട്രൈ ചെയ്തു. നമ്മൾ റൈഡുകളിലൊന്നും അധികം കയറിയില്ല, നമുക്ക് പറ്റിയ റൈഡുകളൊന്നും നമ്മൾ കണ്ടില്ല അല്ലേ.